ദൈവത്തിൻ്റെ നന്മയുടെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല നിമിഷത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നതിൽ ഒത്തിരി സന്തോഷിക്കുന്നു. യേശുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ എല്ലാവർക്കും അറിയിക്കുകയാണ്. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ അശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് നമ്മളെ മാറ്റുന്ന, അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളെ മാറ്റുന്ന ഒരു യേശു ക്രിസ്തുവിനെ പറ്റി നിങ്ങളോട് പറയുവാനായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. അതിനാധാരമായിട്ട് ബൈബിളിലൊരു വാക്യം ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായം അതിൻ്റെ 11 മുതൽ താഴേക്കുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ നൈൻ പട്ടണത്തിൽ നടക്കുന്ന ഒരു സംഭവത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാനതിൻ്റെ 13-ാമത്തെ വേദഭാഗം നിങ്ങളുടെ മുമ്പിലേക്കൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് മഞ്ചം തൊട്ടു ചുമക്കുന്നവർ നിന്നു. പ്രിയമുള്ളവരെ, ഇവിടെ ഈ മഞ്ചം തൊട്ടു ചുമക്കുന്നവർ നിന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കിതൊരു യാദർച്ഛികമായിട്ട് തോന്നാം. അതിനകത്ത് ഈ മഞ്ചം ചുമക്കുന്നവർ നിന്നതിനൊരു കാരണമുണ്ട്. അതിൻ്റെ കാരണം ബൈബിളിൽ പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ദൈവിക വ്യവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിപ്രകാരമാണ്: മരിച്ചുപോയ ഒരുവനെ ആരെങ്കിലുമൊക്കെ സ്പർശിച്ചാൽ അവർ അന്നത്തെ ദിവസം മുഴുവൻ അശുദ്ധിയിൽ ഇരിക്കണം എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ ഒരു മരണമുണ്ടായി, അശുദ്ധരാകാൻ ചിലർ നിയോഗിക്കപ്പെട്ടു, അല്ലെങ്കിൽ സ്വയം അശുദ്ധരാകാനായിട്ട് ചില വ്യക്തികൾ അവിടെ ഉണ്ട്. അങ്ങനെ സ്വന്തം മാതാവ് പോലും ഈ ശവമഞ്ചത്തിൽ നിന്ന് അകലം പാലിച്ച് താൻ നടന്നു പോകുമ്പോൾ തൻ്റെ നിസ്സഹായമായ അവസ്ഥ കണ്ടിട്ട് യേശു കർത്താവ് അരികിലേക്ക് ചെന്ന് ആ മഞ്ചം തൊട്ടു. മഞ്ചം തൊട്ടപ്പോൾ ആ ചുമക്കുന്നവർ നിന്നതിൻ്റെ മറ്റൊരു കാരണം, ഞങ്ങൾ അശുദ്ധരാകാൻ ഞങ്ങൾ തയ്യാറായവരാ, ഞങ്ങൾ വിധിക്കപ്പെട്ടവരാ, പക്ഷെങ്കിൽ ഞങ്ങളോടുകൂടെ അശുദ്ധിയിലേക്ക് കടന്നു വന്നത് ആരാണ് എന്ന് അറിയാൻ വേണ്ടിയാണ് അവരവിടെ നിൽക്കുന്നത്. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. യേശു ആ ബാല്യക്കാരനോട് എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. നോക്കണമേ, ഈ നിമിഷം വരെ അവിടെ ഒരു അശുദ്ധിയുണ്ട്. ആ അശുദ്ധിക്കകത്ത് ആ പ്രിയപ്പെട്ടവർ മുഴുവനും അന്നത്തെ പകൽക്കാലം മുഴുവനും അശുദ്ധരായിട്ടിരിക്കണം. എന്നാൽ യേശു വന്ന മഞ്ചത്തെ തൊടുമ്പോൾ യേശുവിൻ്റെ സ്പർശനത്താൽ അവരെല്ലാവരും നിൽക്കുന്നു. അതിനുശേഷം യേശുവിൻ്റെ അടുത്ത വാക്ക്, ബാല്യക്കാരാ എഴുന്നേറ്റ് വരിക. ആ മരണത്തിൽ നിന്ന് ആ ബാല്യക്കാരൻ എഴുന്നേൽക്കുമ്പോൾ അവിടുത്തെ അശുദ്ധി തീർന്നു പോകുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തലങ്ങളിൽ ഏതെങ്കിലും തരത്തിലൊക്കെ ദൈവത്തെ കണ്ടെത്താനോ നന്മ പ്രാപിക്കാനോ കഴിയാത്ത ചില തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തലങ്ങളിൽ ഉണ്ട് എന്നിരിക്കട്ടെ. ഒരനുഗ്രഹം ആഗ്രഹിക്കുന്നുണ്ട്, ഒരു അഭിവൃദ്ധി ആഗ്രഹിക്കുന്നുണ്ട്, ഒരു സന്തോഷം ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനൊന്നും ഒരവസാനമില്ലാത്ത ഒരു നല്ല പൂർണ്ണതയുള്ള സന്തോഷം ആഗ്രഹിച്ചിട്ട് അത് ലഭിക്കാതെ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾക്കകത്ത് നിങ്ങൾ അകപ്പെട്ട് നിൽക്കുന്നുവെങ്കിൽ ഇവിടെ അശുദ്ധിയെ മാറ്റിയ ആ യേശു ക്രിസ്തുവിനെ നിങ്ങളൊന്ന് കണ്ടുമുട്ടുക. എന്താണ് അവിടെ സംഭവിക്കപ്പെടുന്നത്? യേശു അവിടെ കടന്നു വന്നു. ആ മഞ്ചത്തിൻ്റെ അകത്ത് കിടന്ന ബാല്യക്കാരൻ്റെ അവസ്ഥയ്ക്കകത്ത് മാറ്റം വന്നപ്പോൾ ആ മരണം അവിടെ മാറിപ്പോകുമ്പോൾ, മരണമുഖാന്തരമാണ് അശുദ്ധി വെളിപ്പെട്ടത്. എന്നാൽ അവിടുത്തെ അശുദ്ധി മാറി അവിടെ ഒരു വിശുദ്ധീകരണം സംഭവിച്ചതുപോലെ കർത്താവായ യേശു നിങ്ങളുടെ ജീവിതത്തിനകത്ത് കടന്നു വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്തെ അശുദ്ധികളെല്ലാം മാറിയിട്ട്, നന്മയ്ക്ക് വിരുദ്ധമായി നിന്നതെല്ലാം മാറിയിട്ട്, വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി തടസ്സമായി നിന്നതെല്ലാം മാറിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തേക്ക് ഒരസാധാരണമായിട്ടുള്ള നന്മയുടെ ഒഴുക്കുണ്ടാകുവാൻ ഇടയായിത്തീരും. നിങ്ങൾ വ്യവസ്ഥയിലേക്ക് വരുവാൻ ഇടയായിത്തീരും. അതിനേക മാർഗം യേശുവിനെ കണ്ടുമുട്ടുക. യേശുവുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കകത്ത് അവിടുത്തെ അശുദ്ധി മാറിയിട്ട് അവിടെ വലിയൊരു നന്മ ലഭിക്കപ്പെട്ടതുപോലെ, ഒരാശ്വാസം ആ മാതാവിനുണ്ടായതുപോലെ, അശുദ്ധിക്കകത്ത് ഇരിക്കാൻ വിധിക്കപ്പെട്ടവരുടെ അവസ്ഥയ്ക്ക് മാറ്റം വന്നതുപോലെ, നോക്കുക, അശുദ്ധിക്കകത്ത് ഇരുന്നവരുടെ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. അതുപോലെ തന്നെ ആ തീരാ ദുഃഖത്തിലേക്ക് പോയ മാതാവിൻ്റെ ദുഃഖത്തിന് മാറ്റം വരികയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങൾ കർത്താവായ യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ, ആ യേശുവിനെ നിങ്ങൾ തിരിച്ചറിയുമ്പോൾ, ആ യേശുവുമായി നിങ്ങൾ അഭിമുഖമായി ഒന്ന് കാണുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തും ഇതുപോലെയുള്ള നന്മകൾ വെളിപ്പെടുവാനിടയെത്തരും. ഓർക്കുക, അവരുടെ അശുദ്ധി മാറുക മാത്രമല്ല, നിത്യമായ വേദനയ്ക്കകത്തായിരുന്ന
ഒരു മാതാവിൻ്റെ ജീവിതത്തിനകത്ത് വലിയൊരു സന്തോഷം വെളിപ്പെടുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്നവരോട് ഇന്ന് പകൽ ഞാൻ ഒരു ചെറിയൊരു ആഹ്വാനം നൽകി തരിക. നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ നിങ്ങൾ കണ്ടുമുട്ടുന്നത് കൊണ്ട് ഒരു ഗുണം മാത്രമല്ല ഉണ്ടാകുന്നത്, മറ്റാർക്കും തുടച്ചു കളയാൻ കഴിയാത്ത തരത്തിൽ നിങ്ങളുടെ വേദനകളെയും നിങ്ങളുടെ നിന്ദകളെയും ഒക്കെ മാറ്റുന്ന ഒരു വലിയ അഭിവൃദ്ധി നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകുവാനിടയായി തീരും. സോ കർത്താവ് എല്ലാവരെയും ഈ വചനങ്ങളെ കൊണ്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു.